കണ്ണൂരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാര എന്ന യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. പ്രതികളായ ഭർത്താവിനും ഭർത്തൃമാതാവിനുമാണ് കൊല്ലം ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഭർത്താവ് ചന്തുലാലും ഭർത്തൃമാതാവ് ഗീതാലാലിയും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 1 ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു. പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ചന്തുലാലും തുഷാരയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 5.5 വർഷമാകുമ്പോഴാണ് കണ്ണില്ലാത്ത ക്രൂരത. ഭർത്തൃകുടുംബം ആവശ്യപ്പെട്ട സ്ത്രീധന തുകയിൽ കുറവ് വന്ന 2 ലക്ഷം 3 വർഷത്തിനുള്ളിൽ നൽകണമെന്നായിരുന്നു ധാരണ. എന്നാൽ 3 മാസം കഴിഞ്ഞതു മുതൽ ഈ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും പ്രതികൾ പീഡിപ്പിച്ചു തുടങ്ങി. 2 പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ യുവതിക്ക് സ്വന്തം കുടുംബത്തെ പോലും കാണാൻ അനുവാദമില്ലായിരുന്നു. 2019 മാർച്ച് 21 രാത്രിയിലാണ് തുഷാര മരിച്ച വിവരം മാതാപിതാക്കൾ അറിയുന്നത്. വിവരമറിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ കുടുംബം കണ്ടത് ദയനീയമായി ശോഷിച്ച നിലയിലുള്ള തുഷാരയുടെ മൃതദേഹം. മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിൽ തുഷാരയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് പുറംലോകമറിയുന്നത് ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ. മൃതദേഹത്തിന്റെ ഭാരം വെറും 21 കിലോഗ്രാം മാത്രം. ആമാശയത്തിൽ ഭക്ഷണവസ്തുവിന്റെ അംശമില്ലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും തുഷാരയുടെ 3.5 വയസ്സുള്ള കുട്ടിയുടെ അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാകുന്നത്. കേസിൽ കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി തുഷാരയുടെ ഭർത്താവ് ചന്തുലാലും ഭർത്തൃമാതാവ് ഗീതാലാലിയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KB മഹേന്ദ്രയാണ് ഹാജരായത്. കോടതി വിധിയിൽ തൃപ്തിയുണ്ടെന്ന് തുഷാരയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ശിക്ഷ തന്നെ കൊടുത്താലോ കൊള്ളാവുന്ന അത്രയ്ക്ക് നരവേദന എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതിന് അതുപോലെ തന്നെ ഒരു നരവേദന അനുഭവിച്ച് മരിക്കണമെന്നുള്ളതായിരുന്നു. അവർക്കും അതേ രീതിയിലുള്ള നരവേദന അനുഭവിക്കണം. അന്യായമായി തടങ്കലിൽ വെച്ച് പൊതു ഉദ്ദേശ്യത്തോടെ പ്രതികൾ കൊലപാതകം നടത്തി സ്ത്രീധന പീഡന മരണത്തിനിടയാക്കി എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരമൊരു സംഭവമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.